സുഹൃത്തുക്കളെ, അമിതാധികാരം എന്നുള്ളത് വളരെ വ്യാപകമായ വളരെ വിപുലമായ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എത്രമാത്രം യോഗ്യതയുണ്ടെന്നറിയില്ല. ഞാൻ ചില കഥകൾ പറയാം, ഒന്നോ രണ്ടോ കഥകൾ പറയാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ വേണമെന്നില്ല, പിന്നീട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ കഴിയുന്ന രീതിയിൽ ഉത്തരം പറയാം. അല്ല ഒരു ദീർഘമായ ഒരു പ്രസംഗം അതിനുള്ളൊരു കഴിവ് എനിക്കില്ല. രണ്ടാമത് അത് പലപ്പോഴും അത് ചിലപ്പോൾ തിയറിറ്റിക്കൽ ജാർഗണായിട്ട് നമ്മൾ ട്രേഡ്, ഞാൻ എന്താ പറഞ്ഞാൽ അത് ആയാലും പത്രപ്രവർത്തനം ഒരു ട്രേഡാണ്. അപ്പോൾ ഒരു ട്രേഡ് ജാർഗണം ഒരു വളരെ വളരെ സങ്കുചിതമായ ഒരു ന്യൂസ് റൂമിൽ സംസാരിക്കുന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില കഥകൾ പറയാം, അപ്പോൾ ആ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട്. അതായത് അടിയന്തരാവസ്ഥ ഉണ്ടായ സമയത്ത് അന്ന് വി സി ശുക്ല, വളരെ സുമുഖനായ ഇന്ദിരാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് മാൻ വി സി ശുക്ല ആണ് ഇന്നല്ലാതെ നമുക്ക് ഇടയ്ക്ക് ഒരു നരേന്ദ്രമോദിയുടെ ഒന്നാം മന്ത്രിസഭയിൽ ഒരു വളരെ സീനിയറായ ഒരു മിനിസ്റ്റർ, അദ്ദേഹത്തെ പലരും കളിയാക്കാതെ പകുതി ഹാഫ് ജസ്റ്റായിട്ട് ബ്യൂറോ ചീഫ് എന്നാണ് വിളിച്ചത്. അദ്ദേഹം ഒരു 6 മണിയാകുമ്പോൾ ഇന്ത്യയിലെ പല പ്രധാന പത്ര ഓഫീസുകളിൽ അദ്ദേഹം ഫോൺ ചെയ്ത് ഈ റിപ്പോർട്ടുകളാണ് നിങ്ങൾ ഇന്ന് ഇന്ത്യയെ ഏറ്റവും ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ഇതാണ്. അപ്പോൾ സാധാരണ ഒരു ബ്യൂറോ ചീഫ് നിർവഹിക്കുന്ന ജോലി അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ആയിട്ട് ബന്ധപ്പെട്ടല്ല. അത് ഒരിക്കലും ഒരു ജനാധിപത്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അദ്ദേഹം അത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് അത് പബ്ലിക്കായിട്ട് ഒരു ജേർണലിസ്റ്റ് അതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്യുകയും അതാരാണ് അദ്ദേഹം എന്ന് പറയുകയും, അപ്പോൾ ഇതുവരെ അതിനൊരു ഡിനയലോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സത്യമാണെന്ന് നമുക്ക് കരുതേണ്ടി വരും അങ്ങനെ ഒരു ബ്യൂറോ ചീഫ് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു കാര്യം നിർവഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വി സി ശുക്ല. വി സി ശുക്ല അന്ന് നിഹാൽ സിംഗ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്സ്മെൻ്റെ പോസിബിളി ദ ലാസ്റ്റ് ഗ്രേറ്റ് എഡിറ്റർ ഓഫ് സ്റ്റേറ്റ്സ്മെൻ എന്ന് പറഞ്ഞാൽ അന്ന് കൽക്കട്ടയിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ഇംഗ്ലീഷ് പത്രമായിരുന്നു. വളരെയധികം റാഡിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ത്യൻ ജേർണലിസത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പത്രമായിരുന്നു. ഭാഷയുടെ കാര്യത്തിൽ, യൂസേജിൻ്റെ കാര്യത്തിൽ, സ്റ്റൈലിൻ്റെ കാര്യത്തിൽ, ക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ. അപ്പം അതിനകത്ത് അവസാനത്തെ ഗ്രേറ്റ് എഡിറ്റർ എന്ന് പറയുന്ന അദ്ദേഹം തീർച്ചയായിട്ടും നിഹാൽ സിംഗ്. ഇപ്പം നിഹാൽ സിംഗിനെയും എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ ശേഷം എല്ലാ എഡിറ്റേഴ്സിനെയും ഒരു യോഗത്തിന് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊന്നും എഴുതാൻ പാടില്ല. അപ്പോൾ ഒരു എഡിറ്റർ അദ്ദേഹം പരിഹാസ രൂപത്തിൽ ഇനിയും ചോദിച്ചതാണ്, ബസ് സർവീസുകളുടെ അപര്യാപ്തകളെക്കുറിച്ച് നമുക്ക് എഴുതാമോ സർ എന്ന് ചോദിച്ചപ്പം വി സി ശുക്ല ഇയാളെക്കാട്ടി താപ്പാനാണ്. അപ്പോൾ വി സി ശുക്ല ഒരു വിത്തൗട്ട് ബാറ്റിംഗ് ഇൻ ഐലിഡ് എന്ന് പറയില്ല, അങ്ങനെയുള്ള ജനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എഴുതാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം 2 ദിവസം നിഹാൽ സിംഗ് ഫ്രണ്ട് പേജിൽ ഫോറിൻ വാർത്ത മാത്രം സ്റ്റേറ്റ്സ്മാൻ ക്യാരി ചെയ്തു, അത് വിദേശ വാർത്തകൾ മാത്രം. അൻവർ സദത്ത്, അന്ന് ഈജിപ്തിലെ അൻവർ സദത്തായിരുന്നു, അൻവർ സദത്തിനെക്കുറിച്ചും. എന്നിട്ട് രാജ്യസഭ എമർജൻസി ഡിക്ലറേഷൻ അപ്രൂവ് ചെയ്ത് ആ ബില്ല് അദ്ദേഹം ഒരു പാരഗ്രാഫായിട്ട് പേജ് വേണേലും ബാക്കി മുഴുവൻ ഫോറിൻ വാർത്ത. അപ്പം വി സി ശുക്ലയ്ക്ക് മനസ്സിലായി ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്. അപ്പം വീണ്ടും നിഹാൽ സിംഗിനെ വിളിപ്പിച്ചു ചോദിച്ചു, എന്താ സംഭവം, ഞങ്ങൾ വിഡ്ഢികളാണെന്ന് വിചാരിച്ചു ഈ വിദേശ വാർത്ത. അപ്പം നിഹാൽ സിംഗ് അന്ന് പറഞ്ഞൊരു വളരെ പ്രധാനമായിട്ടൊരു കാര്യം, അതായത് എമർജൻസി നിങ്ങൾ ഡിക്ലെയർ ചെയ്തു, എന്ത് പ്രസിദ്ധീകരിക്കുന്നു, വാട്ട് വി ഷുഡ് നോട്ട് പ്രിൻറ്റ് യു ക്യാൻ സേ, ബട്ട് യു കനോട്ട് ടെൽ us വാട്ട് വി ക്യാൻ പ്രിൻറ്റ്. നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്യണം എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതെന്ന് വളരെ ശക്തമായിട്ട് നിഹാൽ സിംഗ് പറഞ്ഞു. നിഹാൽ സിംഗ് ഏത് നിമിഷവും ജയിലിലാകുമെന്ന് പലരും വിചാരിച്ചു. എന്തുകൊണ്ടോ അത് ചെയ്തില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വി സി ശുക്ലയൊന്നും ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഈ അമിതാധികാരത്തിൽ അന്ന് എന്ത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞാൽ, ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്ത് പബ്ലിഷ് ചെയ്യാം എന്ന് ഒരു മന്ത്രി വൈകുന്നേരം 6 മണി എല്ലാ ദിവസവും വിളിച്ച് പറയുന്നു. അത് നരേന്ദ്രമോദിയുടെ 1ാം മന്ത്രിസഭ കാലത്ത്. 2ാം സമയമായപ്പോഴേക്കും ആ ബ്യൂറോ ചീഫ് ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഓട്ടോ പൈലറ്റായിട്ട് തന്നെ പല പത്രങ്ങളും നമ്മൾ എന്താണ് പബ്ലിഷ് ചെയ്യേണ്ടത്. ഇത് പത്രത്തിൻ്റെ അമിതാധികാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇലസ്ട്രേഷൻ. അതായത് ആരും പറയാതെ തന്നെ ഒരു പത്രം എന്ത് പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ തന്നെ തീരുമാനിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വന്ദേ ഭാരത് വന്നപ്പോൾ കണ്ടാണ് പത്രങ്ങളിലും ടെലിവിഷൻ ചാനലിലും ചെയ്ത്. ഇത് തന്നെയാണ് അമിതാധികാരത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ട്രെയിൻ സർവീസ്. ജനങ്ങളുടെ പൈസ ഉപയോഗിച്ച്, നമ്മുടെ ടാക്സ് ഉപയോഗിച്ച് ഒരു പബ്ലിക് സെക്ടറിൽ ഒരു ട്രെയിൻ സർവീസ് വരുന്നത്. ഇവിടെ ഉണ്ടായ കോലാഹലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
അതിഭീകരമായ പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല നമ്മളെ അത്രയൊന്നും അത് അലസോരപ്പെടുത്തുകയോ നമ്മളത് വെറി ചെയ്യുക. ഇതും ഈ അമിതാധികാരത്തിൽ ഉണ്ടാകുന്ന ജേർണലിസത്തിലും ഉണ്ടാകുന്ന അപചയങ്ങൾ നമ്മൾ പലപ്പോഴും അറിയപ്പെടാറില്ല. ഇത് എന്തുകൊണ്ടാണ് എന്തോ പലരും പറയും. ഇപ്പോൾ വന്ദേ ഭാരതിൽ കയറിയിട്ട് പറയും വളരെ നല്ല ട്രെയിനാണ്, അപ്പോൾ പറയും ആ മാധ്യമങ്ങൾ നല്ലതാണെന്ന് പറയുന്ന പേര് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ പൈസ കൊടുത്ത് ഒരു ട്രെയിൻ, അതും എത്രയോ വർഷങ്ങൾക്ക് ശേഷം 60 70 മറ്റ് പല രാജ്യങ്ങളിലും നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അത് എത്രയോ 50-60 വർഷങ്ങൾക്ക് ശേഷം ഇത്രയും വൈകി കിട്ടിയപ്പോൾ ഒരു വ്യക്തിയുടെ എന്തോ ഒരു വലിയ അദ്ദേഹത്തിന് കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹ ഒരു ബ്ലെസ്സിങ് ആയിട്ട് നമ്മളതിനെ കണക്കാക്കുക. അപ്പോൾ ഇത് തന്നെയാണ് അമിതാധികാരത്തിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും ആലോചിച്ച് നോക്കുക അതിനെക്കുറിച്ച്. നമ്മളതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എന്തെങ്കിലും ഒരു ഗാസയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ മറ്റൊരു ഒരു ജെൻഡർ ഇഷ്യൂവിനെ കുറിച്ചൊരു പ്രശ്നമുണ്ടായാൽ നമ്മളെല്ലാം വളരെ ശക്തമായിട്ട് പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ എത്രമാത്രം നമ്മൾ പ്രതികരിച്ചേക്കാം, പക്ഷേ നമ്മുടെ ഉള്ളിൽ അത്രയൊന്നും വലിയൊരു വിഷമം ഈ കവറേജുകൾ ആലോചിച്ച് നോക്കുക എന്നൊരു സംഭവം. ഇപ്പോൾ ഞാൻ ആ സമയത്ത് പിന്നെ ഒരു കോയിൻസിഡൻസ്, ഞാൻ കണ്ണൂരുണ്ട് നടക്കുന്ന സമയത്ത്. അപ്പോൾ അന്ന് വൈകുന്നേരം എൻ്റെ അടുത്ത് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ്, അപ്പോൾ കൽക്കട്ടയിൽ എനിക്കൊണ്ട് 2 മാസം മുമ്പ് ജൽപായ്ഗുരിയിൽ ഒരു വന്ദേ ഭാരത്, അപ്പോൾ നിങ്ങളെങ്ങനെയാണ് കവർ ചെയ്തത്? അപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഞാൻ എങ്ങനെ കവർ ചെയ്ത്. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, ചെക്ക് ചെയ്തിട്ട് പറയാം. ഞാൻ തിരിച്ച് കൽക്കട്ടയിൽ പോയി ഞാൻ നോക്കിയപ്പോൾ അത് അന്ന് എനിക്ക് എൻ്റെ ടീമിനെക്കുറിച്ച് എനിക്ക് വളരെ ബഹുമാനവും എനിക്ക് വളരെ അഭിമാനവും തോന്നിയൊരു നിമിഷമാണ്. കാര്യം ഞാൻ എഡിറ്ററായിരുന്ന പേപ്പറിൽ എനിക്ക് പോലും ഓർമ്മയില്ല ഞങ്ങൾ എങ്ങനെ ക്യാരി ചെയ്യുന്നത്. കാര്യം അവർ ക്യാരി ചെയ്തത് ഞങ്ങളുടെ സിറ്റി പേജിൽ യാത്രക്കാർക്ക് വേണ്ട ഇന്ന വന്ദേ ഭാരത് ഒരു പുതിയ ട്രെയിൻ വന്നിട്ടുണ്ട്, ഇതൊക്കെയാണ് സമയം, ഇതൊക്കെയാണ് ടിക്കറ്റ് റേറ്റ് എന്നൊരു ചെറിയൊരു ഇൻഫർമേഷൻ ബോക്സ്, അത് മാത്രമാണ് കാര്യം, ഒരു പിക്ചർ, അത് മാത്രമേ വെച്ചുള്ളൂ. അത് ഞാൻ ഇടപെട്ട് ചെയ്തു എന്നുള്ള ലെവൽ അത് ഞാൻ വലിയൊരു സംഭവമായിട്ട് പറയുകയല്ല. പലപ്പോഴും ഒരു ന്യൂസ് റൂമിനകത്ത് നമുക്കൊരു ചില ഡെമോക്രാറ്റിക് നോംസും ചില നമ്മൾ സ്കൂളുകളിലും ചെറുതിൽ ഇതൊന്നും വലിയ തിയറിയുടെയൊന്നും ആവശ്യമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനമുള്ള ഒരു ന്യൂസ് റൂമാണെങ്കിൽ അവർ സ്വയം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ മാപ്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചീത്ത വിളിക്കാം, ശരിയാണ്, നമ്മുടെ ഇടയിലുമുണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ അത് പലരും അത് വേണ്ട രീതിയിൽ പറയാതെ തന്നെ ഉപയോഗിക്കും. അതും അപ്പോൾ അമിത അധികാരവും അധികാരമില്ല സാധാരണ രീതിയിലുള്ള അതൊരു അധികാരം എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു പവർ ഷെയറിങ് എന്ന് പറയാം. അങ്ങനെ ഒരു സംഭവം ന്യൂസ് റൂമിലുണ്ടാകുന്ന ഒരു കാര്യമാണിത്. പക്ഷേ ഇത് ശരിക്കും ഇന്ത്യയിൽ സംഭവിച്ചത് നമ്മൾ ശരിക്കും ഇവരുടെ ഈ മാധ്യമങ്ങളുടെ പേരിലുള്ള ഒരു വളരെ കെയർഫുള്ളായിട്ടൊരു ഗെയിം പ്ലാൻ സംഭവിച്ചത് 2009-2010 പ്രത്യേകിച്ച് ഇനി കറപ്ഷൻ എതിരായിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതൊരു മധ്യവർഗത്തിൻ്റെ ഒരു ഹെഡേക്കായിരുന്നു. എന്തുകൊണ്ടോ പെട്ടെന്ന് മധ്യവർഗം മാത്രമല്ല ഒരു അപ്പർ ക്ലാസിൻ്റെ ഒരു കൺസേൺ ആയിരുന്ന ഒരു സംഭവമായിരുന്നു കറപ്ഷൻ എന്നുള്ള സംഭവം. പെട്ടെന്നത് ഈ അണ്ണാ ഹസാരെ മൂവ്മെൻറ്റിലൂടെ താഴ്ത്തു വരിക. അതിനുശേഷം അപ്പോൾ നമ്മൾ ആലോചിച്ചു മൻമോഹൻ സിംഗിനെ ഏറ്റവും കൂടുതൽ എന്തെല്ലാം പേരുകൾ വിളിച്ചു നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മിനിസ്റ്റേഴ്സിനെ. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പം ഏറ്റവും കൂടുതൽ മന്ത്രിമാരുടെ ജയിലിലിട്ടത് ആ ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്. അതേസമയം ഇന്ന് ആലോചിച്ചു എന്തെങ്കിലും ഒരു മന്ത്രിയുടെ ബന്ധുവിൻ്റെ കാറിടിച്ച് എത്ര ഫാമേഴ്സ് മരിച്ചു, അദ്ദേഹത്തിന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ അന്ന് ഇതെല്ലാം എന്നാലും നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇതിന് കാരണം അത് ഞാൻ ഇടതുപക്ഷത്തെയും കുറ്റം പറയും. ഇതിൻ്റെ ശരിക്ക് സംഭവിച്ച അന്ന് നമ്മൾ വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ സംഭവിച്ചത് ക്രിമിനലൈസേഷൻ ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അതായത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ക്രിമിനലൈസ് ചെയ്യുക എന്നുള്ള ഒരു പുതിയൊരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ അതൊരു പുതിയൊരു കോൺസെപ്റ്റായിരുന്നു. അതുവരെ നമ്മൾ പറയും മാധ്യമ മുതലാളികൾക്ക് കച്ചവട താല്പര്യമുണ്ട്, അല്ലെങ്കിൽ മാധ്യമക്കാർ കറപ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ. പക്ഷേ വെരി ആക്ട് ഓഫ് ജേർണലിസം, അല്ലെങ്കിൽ വെരി ആക്ട് ഓഫ് റിപ്പോർട്ടിംഗ്, വെരി ആക്ട് ഓഫ് എഡിറ്റിംഗ്, ഇതിലെല്ലാം ഒരു ക്രിമിനലൈസേഷൻ സ്വഭാവം ഉണ്ടാകുക. അതിൻ്റെ ഒരു കൾമിനേഷനാണ് നമ്മൾ പ്രൊബേറോ ഗായസ്തയുടെ അറസ്റ്റിൽ നമ്മൾ കണ്ടത്. അതിന് മുമ്പ് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഓരോരോ പ്രത്യേക കാര്യങ്ങളിൽ നമ്മൾ പ്രശ്നം ഇതങ്ങനെയല്ല. ജേർണലിസം ജേർണലിസം ചെയ്യേണ്ട രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അരുന്ധതി റോയ് ഒരു 13 വർഷം മുമ്പ് ഒരു സ്പീച്ച് നടത്തി. അപ്പോൾ ആ സ്പീച്ച് ഇപ്പോൾ അത് ക്രിമിനലൈസ് ചെയ്യപ്പെടുന്നത് ഇപ്പോഴാണ്. അത് അന്നൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിങ്ങനെ ഡോർമെൻ്റായിട്ട് കിടന്നിട്ട്. അപ്പം ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ജേർണലിസം അരുന്ധതി റോയ് ചെയ്യുന്നതും ജേർണലിസത്തിൻ്റെ ഏറ്റവും സബ്ലൈമലായിട്ടുള്ള ഒരു വളരെ ഉദാത്തമായ രീതിയിലുള്ള ജേർണലിസമാണ്. അതായത് ഏറ്റവും മനോഹരമായ രീതിയിൽ എഴുതുന്ന ഒരു ജേർണലിസമാണ് ആ ജേർണലിസം. അപ്പോൾ അത് ക്രിമിനലൈസ് ചെയ്യുക എന്നുള്ളത് ഇത് ശരിക്കും തുടങ്ങിയത് അറ്റ്ലീസ്റ്റ് എൻ്റെ അറിവിൽ, തീർച്ചയായിട്ടും ഇതെല്ലാം തുടങ്ങുന്നത് വെസ്റ്റേൺ ഇൻഫ്ലുവൻസിൽ നിന്ന് വന്ന് പിന്നെ നമ്മുടെ പെർക്കുലേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും വി ആർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫോറിൻ പ്രത്യേകം ജേർണലിസം. അപ്പോൾ ഇത് ശരിക്കും നിക്കാരാഗ്വയിൽ നമ്മൾ 80-കളിൽ ആഘോഷിച്ച
ഡാനിയൽ ഒർട്ടേഗയുടെ സാൻഡിനിസ്റ്റ എന്ന് പറയുന്ന ആ മൂവ്മെൻറ്റിൻ്റെ ഒരു കൾമിനേഷൻ 2017 തുടങ്ങിയ ഒരു സംഭവമാണ്. ഈ പത്രം ഓഫീസ് റെയ്ഡ് ചെയ്യുക, ഫോൺ പിടിച്ചെടുക്കുക, കമ്പ്യൂട്ടർ പിടിച്ചെടുക്കുക. അതുമാത്രമല്ല, നിക്കരാഗ്വയിൽ വളരെ വളരെ അഭൂതപൂർവമായ ഒരു സംഭവം നടന്നു. എനിക്ക് തോന്നുന്നു കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ ആയിരുന്നു. ആ പത്രം ഓഫീസ് റെയ്ഡ് ചെയ്ത് 3 ദിവസം കഴിഞ്ഞ് ആ പത്രം ഓഫീസിൽ അവരൊരു പ്രസവ വാർഡായിട്ട് കൺവേർട്ട് ചെയ്തു, ഒരു ന്യൂസ് റൂം. ആ രീതിയിൽ ഇത് അമിത അധികാരത്തിൻ്റെ ഏറ്റവും ഇന്ത്യയിൽ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത് സംഭവിക്കേണ്ട ആവശ്യമല്ല. കാര്യം നമ്മുടെ പത്ര ഓഫീസുകൾ പ്രസവ വാർഡ് കുഴപ്പമില്ല, മൃഗശാലകളെ പോലെയാണ് നയിക്കപ്പെടുന്ന. നമ്മൾ മൃഗശാലകളെ പോലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി പ്രസവ വാർഡാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഈ അമിതാധികാരത്തിൻ്റെ ഒരു ആ പ്രസരം അവിടെ നിന്ന് ശരിക്കും 2017 വന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു മോഡൽ നമ്മളിത് ഫോളോ ഇപ്പോൾ എന്ത് ജേർണലിസം ശരിക്കുള്ള രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ജേർണലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നരേന്ദ്രമോദി മാത്രമല്ല, ഇവിടെയും നടക്കുന്നുണ്ട്. അത് ശരിക്കുള്ള ജേർണലിസം ഞാൻ പറയുന്നില്ല. ചില ഇവിടുത്തെ ചില വെബ്സൈറ്റുകൾ തീരെ മോശമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അവരെ കൈകാര്യം ചെയ്യേണ്ടത് ഈ രീതിയിലാണോ? പ്രോക്സി ചെയ്ത് വെച്ച് വീട്ടിൽ കയറി കമ്പ്യൂട്ടർ പിടിക്കുക, ഫോൺ പിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് കോടതിയിൽ പോയി കേസ് നിലനിൽക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ കോടതിയിൽ പോയാൽ എന്തുകൊണ്ടാണ് കേസ് നിലനിൽക്കാത്ത കാര്യം? ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു സ്റ്റേറ്റിന് ചെയ്യുമ്പോൾ ഒരു കേസ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം മനഃപൂർവ്വം ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ വ്യക്തികൾ ഇങ്ങനെ കേസ് കൊടുത്തത് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പലരെയും ജയിലിലടയ്ക്കുക അല്ലെങ്കിൽ പൂട്ടപ്പെടേണ്ട പല വെബ്സൈറ്റുകളും ഇവിടെ വളരെ സ്വതന്ത്രമായി കൂടുതൽ പ്രചാരത്തോടെ പ്രചരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഈ അമിതാധികാരത്തിൻ്റെ ഇതുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ നിക്കരാഗ്വയിൽ ഞാൻ ചില നോട്ട്സ് എഴുതി. ഈ കാർലോസ് കമാരോ എന്ന് പറഞ്ഞ അതിൻ്റെ എഡിറ്റർ, അദ്ദേഹമാണ് ഈ കോൺഫിഡൻഷ്യലിൻ്റെ എഡിറ്റർ. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒളിവിൽ ഇപ്പോൾ വേറൊരു രാജ്യത്ത്, അമേരിക്കയിലാണെന്നും അവിടെ ഇരുന്നാണ് ഹീ കണ്ടക്ടിങ്. അപ്പോൾ അദ്ദേഹം റോയിട്ടറിൻ്റെ കഴിഞ്ഞ ഈ വർഷത്തെ റോയിട്ടേഴ്സ് ഫൗണ്ടേഷൻ ഒരു സ്പീച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, Nicaragua's experience shows that the resistance of the press in exile under a dictatorship is not enough to clear the way for democratic change. അതായത് അവർ എക്സൈൽ, അപ്പോൾ പല ജേർണലിസ്റ്റുകളും ഇപ്പോൾ പുറത്തു പോയി അവിടെ നിന്നാണ് ദേ വർക്ക് ഫ്രം ദയർ. അപ്പോൾ അത് ഒരിക്കലും ഒരു ഡിക്റ്റേറ്റർഷിപ്പിനെ ചേഞ്ച് ചെയ്യാൻ പര്യാപ്തമല്ല. ഒരു ജേർണലിസ്റ്റുകൾക്ക് ഒരു പത്രത്തിനോ ഒരു പത്രപ്രവർത്തകർക്കോ ഒരു പത്രസമൂഹത്തിനോ ഒരിക്കലും മാറ്റം വരുത്താൻ സാധിക്കണമെന്നില്ല. പക്ഷേ അവർ ചെയ്യുന്നത് എന്തെന്നാൽ, ആസ് ലോങ് ആസ് ഇറ്റ് കണ്ടിന്യൂസ് ടു ഡു മോർ ആൻഡ് ബെറ്റർ ജേർണലിസം, it will keep the flame of the freedom of the press burning as the last reservoir of all freedoms. നമ്മുടെ സ്വാതന്ത്ര്യങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് റിസർവറായിട്ട് അത് നല്ല ജേർണലിസം ചെയ്യുക എന്നുള്ളത് എപ്പോഴും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അതൊരു ലാസ്റ്റ് റിസർവയർ ആയിട്ട് നിൽക്കും. പക്ഷേ നല്ല ജേർണലിസം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ജേർണലിസം ഒരിക്കലും നല്ല ജേർണലിസം, ഞാൻ ചെയ്ത ജേർണലിസം ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ചെയ്ത ജേർണലിസം എന്ന് പറയുന്നത് നല്ല ജേർണലിസമാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആകെ ചെയ്തത് വലിയ തലക്കെട്ടുകൾ കൊടുക്കുക എന്നുള്ള, നരേന്ദ്രമോദിയെ പരിഹസിച്ച് ഈ പടം വയ്ക്കുകയും അങ്ങനെ. അത് ശരിക്കും നോക്കുകയാണെങ്കിൽ ഗതികേട് കെട്ട് നമുക്ക് നിവൃത്തിയില്ലാതെ ഭയം. കാര്യം ഡയറക്റ്റായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഏത് നിമിഷവും ജയിലിലാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു ഭയത്തിൻ്റെ ഒരു കോംപ്രമൈസായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഈ ഉദാഹരണം ഈ കോൺഫിഡൻഷ്യൽ എന്ന് പറ്റുന്ന കാര്യം പറയാൻ കാര്യം, ഇവർ എക്സൈൽ ആയിരുന്നിട്ട് പോലും നിക്കരാഗ്വയിൽ 2017 322 പേരെ വെടിവെച്ച് പോകുന്നു. അവിടെ ഒരു പോപ്പുലർ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പുറത്തിരുന്നിട്ട് അവർ 19 CT സ്കാൻ, ഈ വെടിവെച്ച് കൊല്ലപ്പെട്ട 19 പേരുടെ CT സ്കാൻ റിപ്പോർട്ട് പുറത്തെടുത്തിട്ട് അവിടെ ഇരുന്ന് നിക്കരാഗ്വയുടെ പുറത്തിരുന്നാണ് ഇത് എടുത്തിട്ട് അവർ പറഞ്ഞു, അത് മനഃപൂർവ്വം അത് തൊറാക്സ്, നമ്മുടെ തൊണ്ടയിലും തലയുടെ മുകളിലും മനഃപൂർവ്വം എയിം ചെയ്ത് ബുള്ളറ്റ് അങ്ങനെ ബുള്ളറ്റിൻ്റെ ട്രജക്ടറി അങ്ങനെ മാത്രമേ വരാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ അങ്ങനെ ഇത് വളരെ കോളിളക്കമുണ്ടായ ഒരു സ്റ്റോറി ആയിരുന്നു ആ സ്റ്റോറി. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് ഗുഡ് ജേർണലിസം. അപ്പോൾ ഇന്ത്യയിൽ ആലോചിച്ച് നോക്കും, നമ്മുടെ കേരളത്തിൽ തന്നെ മാവോയിസ്റ്റുകളെ വധിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും പത്രം ഈ രീതിയിൽ ഇവിടെ നമുക്ക് എല്ലാ ആശുപത്രിയിൽ പോയി ഈ ഡോക്യുമെൻറ്റ്സ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റു കാര്യങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യേണ്ടതായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല ജേർണലിസ്റ്റിന് തരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട്, ഒരു തലക്കെട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ കൊണ്ടോ പരിഹാസം കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി ഈ അന്തിച്ചർച്ച അറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചത് കൊണ്ടോ കാര്യമില്ല. നല്ല ജേർണലിസം ഒരിക്കലും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ ചെയ്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോംപ്രമൈസാണ്. പലപ്പോഴും നിവൃത്തികളുണ്ട്. ഇപ്പം തിരുത്തിൻ്റെ കാര്യം അദ്ദേഹം ചുള്ളിയാട്ടിൻ്റെ തിരുത്ത്, അപ്പോൾ ഞാൻ പല ഹെഡ്ലൈനുകളും തിരുത്തിയിട്ടുള്ളത് അത് നന്നാക്കാൻ വേണ്ടിയല്ല. എനിക്ക് പോലും ഭയം. നാളെ എൻ്റെ അടുത്ത് ജോഷി പറയായിരുന്നു, ഓരോ ദിവസവും നോക്കുമ്പോഴും ആലോചിക്കുക പിറ്റേ ദിവസം ഇങ്ങനെ ഈ പത്രത്തിന് ഇത് അടുത്ത ദിവസം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അത് എന്നോട് പലരും എന്നോട് പറഞ്ഞു. എന്നും രാവിലെ ബോംബെയിലെ ഒരു ഡോക്ടർ എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞത്, എന്നും രാവിലെ ഞങ്ങൾ ഈ പത്രത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ ജാർഗൺ പ്രിൻറ്റേഴ്സ് ലൈൻ എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ ഇംപ്രിൻറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ
എല്ലാ പത്രങ്ങളും എന്ത് പത്രത്തിൽ മാത്രമല്ല എന്ത് പ്രസിദ്ധീകരിച്ചാലും നമ്മൾ ആരാണ് പ്രസിദ്ധീകരിച്ചത്, ഏത് പ്രസ്സിലാണ് പ്രസിദ്ധീകരിച്ചത്, ആരുടെ കീഴിലാണ് പ്രസിദ്ധീകരിച്ചത് ഒരു വരി കൊടുക്കണം. ഗവൺമെൻറ് റൂളാണ്. അതിൽ പ്രിൻറ്റേഴ്സ് ലൈനാണ് സാധാരണ എഡിറ്ററിൻ്റെ പേര് അവിടെ ചേർത്താലേ പറ്റും, അത് നിയമമനുസരിച്ച്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എന്നും പ്രിൻറ്റേഴ്സ് ലൈൻ ചെക്ക് ചെയ്യും, നിങ്ങൾ തന്നെയാണ് എഡിറ്റർ എന്നറിയാൻ. കാര്യം ഏത് നിമിഷവും ഞാനും കഴിഞ്ഞ 7 വർഷമായിട്ട് ഓരോ ദിവസവും ഞാനൊരു ബോണസായിട്ട് കരുതുക. കാര്യം ഓരോ ദിവസവും ഞാൻ ഓഫീസിൽ പോകുമ്പം ഞങ്ങൾ പത്രം എഴുതി കഴിയുമ്പോൾ എൻ്റെ കൂടെയുള്ള പലരും പറയും ടുഡേ കുഡ് ബി അവർ ലാസ്റ്റ് ഡേ എന്നുള്ള കാര്യം. അതായത് ഇത് സംഭവിക്കാൻ കഴിഞ്ഞ മാസം സംഭവിച്ചത് ഏത് നിമിഷവും സംഭവിക്കാമായിരുന്നു എന്നുള്ള ഒരു ഭയം, ഒരു ഭീതി. അത് പിന്നീട് ഭീതിയല്ല, ഞാനതിനെ പോസിറ്റീവായിട്ട് എടുത്തത്. അത് ഓരോ ദിവസവും കിട്ടുന്ന, അപ്പോൾ എനിക്ക് 7 വർഷം കിട്ടിയെന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു കാര്യം. കാര്യം 33 വർഷമായിട്ട് ഐ എം എ ജേർണലിസ്റ്റ്. പക്ഷേ കഴിഞ്ഞ 7 വർഷമാണ് ഞാൻ അതിനു മുമ്പുള്ള ഇത്രയും വർഷം ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും, 26 വർഷം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും എനിക്ക് 7 വർഷത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു സമാധാനം. വേറൊന്നുമല്ല, അഭിമാനം എന്ന് പറയാൻ പറ്റില്ല, ഒരു സമാധാനം, കുറച്ചെങ്കിലും സമാധാനമുണ്ട്. അതുമാത്രം. പക്ഷേ നല്ല ജേർണലിസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ജേർണലിസ്റ്റുകളും കുറ്റം പറയും. കാര്യം പലപ്പോഴും മുതലാളിമാർ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ സർക്കാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പല സ്റ്റോറികളും നമ്മൾ ചെയ്യാറില്ല. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ അനുഭവത്തിൽ ഒരു സ്റ്റോറി പോലും ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് ഒരു സ്റ്റോറി ചെയ്തിട്ട്, ഒരു നല്ല സ്റ്റോറി ചെയ്തിട്ട്, അത് ഒരു പത്രം മുക്കിക്കാണും, പക്ഷേ അത് മറ്റൊരു പത്രം എപ്പോഴും ഇന്ത്യയിൽ തെളിവുണ്ട്. ഇൻഎക്സ്പ്രസ് ഒരിക്കൽ ക്യാരി ചെയ്യാൻ പറ്റും. എനിക്കൊണ്ട് ഹിന്ദു ക്യാരി ചെയ്തിട്ടുണ്ട്. അതിനുള്ള കൊളാബറേഷനുള്ള ഇതുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ നമുക്ക് അതൊരു ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. നല്ല ജേർണലിസം ഒരു ജേർണലിസ്റ്റ് മുതലാളിമാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുകയാണെങ്കിൽ അത് ഒരു എസ്കേപ്പിസമാണ്. അപ്പോൾ ഞാനും പലരും എന്നോട് ചോദിക്കും നിൻ്റെ കീഴിൽ നീ എന്തുകൊണ്ട് ചോദിച്ചതില്ല. അപ്പോൾ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. റിസോഴ്സസ് ഒരു പ്രധാന കാര്യം, എൻ്റെ കീഴിൽ റിക്രൂട്ട്മെൻ്റ് എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം റിസോഴ്സ് വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ്. ചില ദിവസങ്ങളിൽ 3-4 പേര് മാത്രമാണ് ഞങ്ങൾ ഡെസ്കിൽ, റിപ്പോർട്ടേഴ്സ് ഉണ്ട് ഞങ്ങൾ ഡെസ്കിൽ, ചിലപ്പോൾ 2 പേരോ 3 പേരൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഒരു വളരെ വിൻഡിക്റ്റീവായിട്ടുള്ള ഒരു സർക്കാർ നമ്മുടെ മുമ്പ്, അതായത് വളരെ പകപോക്കുന്ന രീതിയിലുള്ളൊരു സർക്കാർ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആളുകളൊക്കെ വേണം. കാര്യം ഓരോ വരിയും ഓരോ കോമയും കുത്തും നമുക്ക് രണ്ടാമതും മൂന്നാമതും ഒക്കെ ചെക്ക് ചെയ്യേണ്ടത്, ക്രോസ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ അതിന് കൂടുതൽ ആളുകൾ വേണം, കൂടുതൽ സമയം വേണം. പലപ്പോഴും ഒന്നും പറ്റാറില്ല. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട എന്നുള്ള കാര്യങ്ങൾ, ആവശ്യമില്ലാതെ റിസ്ക് എടുത്തതിന് അപ്പോൾ ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്നാണ് ഞങ്ങൾ എന്നും ഒരു 7-8 മണിയാകുമ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്, ഇന്ന് ചെയ്യേണ്ട കാര്യമുണ്ടോ. അവർ മുതല ചെയ്യുമ്പോൾ നമ്മൾ ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ മുതലയ്ക്കകത്ത് പിന്നെ വേറെ റിസ്ക് ഒന്നും ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് ഈ 79 ദിവസത്തെ മുതലകൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് റിസ്ക് അങ്ങനെ നിയമപരമായിട്ട് റിസ്ക് ഇല്ല, ലീഗലി റിസ്ക് ഇല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ പലപ്പോഴും പല സ്റ്റോറികളും അങ്ങനെയല്ല. ചിലപ്പോൾ വയറിന് പറ്റിയ പോലെ മനഃപൂർവ്വം തന്നെ അവർ തെറ്റായ സ്റ്റോറികൾ പ്ലാൻ ചെയ്ത് അത് നമ്മളെ പ്രസിദ്ധീകരിപ്പിച്ച ശേഷം തെറ്റാണെന്ന് പറഞ്ഞ് കേസെടുക്കുക. ഇതൊക്കെ പുതിയൊരു സംഭവങ്ങൾ. ഞങ്ങൾക്ക് ഇന്ന് പണ്ട് ഒരു തെറ്റായ വാർത്തയാണെങ്കിൽ, നിങ്ങൾ ഒരാളെക്കുറിച്ച്, ഒരു മന്ത്രിയെക്കുറിച്ചൊരു വാർത്ത തെറ്റായ വാർത്തയാണെങ്കിൽ വിളിച്ച ഉടനെ അവർ പറയും തെറ്റാണ് എന്ന് പറയും. അതിന് പറയും. ഇപ്പോഴും അങ്ങനെയല്ല. അവർ പലപ്പോഴും ഫോൺ എടുക്കാറില്ല. അപ്പോൾ ഒരു വല്ലാത്തൊരു, ഞാൻ പ്രാക്ടിക്കൽ പ്രശ്നം പറയുകയാണ്. ഈ അടുത്ത കാലത്ത് ഇവിടെ കേരളത്തിലും ഒരു ഉണ്ടായല്ലോ പലപ്പോഴും ഈ സംഭവം ഉണ്ടായി കഴിയുമ്പോൾ മന്ത്രി പറയും നിങ്ങൾ വിളിച്ചിട്ടെങ്കിൽ ഞാൻ പറയും. പലപ്പോഴും ഒരു ഫോൺ എടുക്കാറ് പോലുമില്ല, സ്റ്റാഫ് ഫോൺ എടുക്കാറില്ല. എടുത്താൽ അത് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ മനഃപൂർവ്വം. എല്ലാവർക്കും അറിയാം ഒരു പത്രം, ഞാൻ പത്രത്തിൻ്റെ കാര്യം പറയും, ടെലിവിഷനല്ല, പത്രത്തിൻ്റെ കാര്യം. ഒരു 9 മണി 10 മണിക്ക് നമുക്ക് കോപ്പി റെഡി അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യാൻ നോക്കില്ല. കാര്യം അറ്റ്ലീസ്റ്റ് 12 മണിക്കെങ്കിലും ആദ്യത്തെ പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാനും നമുക്ക് 5:30 പൂർത്തിയാൻ നോക്കുള്ളൂ, 5:30 വീട്ടിൽ പേപ്പർ എത്തിക്കാൻ നോക്കും. അപ്പോൾ മനഃപൂർവ്വം അതുവരെ ഫോൺ എടുക്കായിരിക്കും. അതിന് 10:30 തിരിച്ച് വിളിക്കുക, നിങ്ങൾ വിളിച്ചിരുന്നോ അപ്പോഴേക്കും. പക്ഷേ പിന്നെ അതിനുശേഷം നമുക്ക് പലപ്പോഴും മാറ്റാൻ പറ്റില്ല, മനസ്സിലായില്ല. അപ്പോൾ വാർത്ത പ്രസിദ്ധീകരിച്ച ശേഷം അത് തെറ്റാണെന്ന് വളരെ 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 സന്തോഷം, ഗ്ലീഫുൾ എന്ന് പറയുമ്പോൾ അങ്ങനെ, അതാണ് എൻ്റെ വാക്ക്. വേറെ വാക്ക് എനിക്ക് വളരെ ആഹ്ലാദകരമായിട്ട് പോകും. നിങ്ങൾ വാർത്ത തെറ്റാണ്, പിന്നെ അതിനെക്കുറിച്ച് പോലീസ് ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്തുക. അപ്പോൾ ഇതെല്ലാം ഒരു സ്കീമാണ്. അത് പത്രക്കാരെ കുറ്റം പറയാൻ എളുപ്പമാണ്. നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചതെന്നാൽ എൻ്റെ അനുഭവമാണ്. പല സ്റ്റോറികളിലും 4-5 ദിവസം നമ്മൾ വി ഹാവ് ടു സിറ്റ് ഓൺ ഇറ്റ്. കാര്യം റിയാക്ഷൻ വരില്ല. ഒടുക്കം വി ഹാവ് ടു ടേക്ക് എ ചാൻസ്. ഞങ്ങൾ അതിനകത്ത് ചില സ്റ്റോറികൾ നിങ്ങൾക്ക് കാണാം, അതിനകത്ത് വായിക്കുമ്പോൾ എഴുതാം, നമ്മൾ പറയും ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ കിട്ടിയില്ല, എപ്പോൾ വിവരം കിട്ടും അപ്പോൾ നമ്മൾ വിവരം കൊടുക്കും. പക്ഷേ എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കുന്ന, ഇപ്പോൾ ഒരു മന്ത്രിയെക്കുറിച്ചൊരു വാർത്ത അതെങ്ങനെ പ്ലേ ചെയ്യണം എന്നുള്ളത്, വാർത്ത സത്യമാണെങ്കിൽ ഒരു രീതിയിൽ പ്ലേ ചെയ്യാം, വാർത്തയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ പ്ലേ ചെയ്യാം. അല്ലാതെ തെറ്റാണെന്ന് ബോധ്യം അല്ലെങ്കിൽ വളരെയധികം സംശയമുള്ള സ്റ്റോറി ക്യാരി ചെയ്തിരിക്കാം. ഈ 3 ഡിസിഷൻസാണുള്ളത്. പക്ഷേ ഇത് ഏത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് പലപ്പോഴും
ഒരു സുതാര്യമായ ഒരു ഗവൺമെൻറ് റിയാക്ഷൻ അനുസരിച്ചിരിക്കും. പക്ഷേ ഈ കാര്യം വളരെ മനഃപൂർവ്വമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, 10-10:15 മണി വരെ ആരും എടുക്കില്ല, സ്റ്റാഫ് എടുക്കില്ല, മന്ത്രി എടുക്കില്ല, ഇവരാരും ഫോൺ എടുക്കില്ല. അതിനുശേഷം തിരിച്ച് വിളിക്കും, നിങ്ങൾ വിളിച്ചിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിറ്റേ ദിവസം പറയും അവർക്ക് ഫോൺ റെക്കോർഡ്സ് എല്ലായിടത്തും കൊടുക്കും, 10:15 ഞങ്ങൾ വിളിച്ചു, എന്നിട്ടും ഈ പത്രം ഇത് ക്യാരി ചെയ്തു. പക്ഷേ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് പലപ്പോഴും. ഈ കാര്യങ്ങൾ പലപ്പോഴും പുറത്തറിയാറില്ല, പറഞ്ഞാലും ശ്രദ്ധിക്കാറുമില്ല. പിറ്റേ ദിവസം തൊട്ട് മാപ്ര മറ്റേത് മറിച്ച് എന്ന് പറഞ്ഞ് ഇതേപോലെ സെയിം പദപ്രയോഗങ്ങൾ മറ്റു സ്ഥലം. പ്രസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഈ മാപ്ര എന്നൊക്കെ പറഞ്ഞാൽ വളരെ മനോഹരമായ പദമാണ്. നമുക്ക് കേന്ദ്ര സർക്കാർ പ്രസ്റ്റിറ്റ്യൂട്ട് എന്നാണ് വിളിക്കുന്നത് പത്രക്കാരെ, ഒരു മന്ത്രി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ കേരളത്തിന് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് അവരുടെ കൂടെ എത്താനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ അമിതാധികാരത്തിൻ്റെ വേറൊരു ഇത് ഉള്ളതെന്ന് പറഞ്ഞാൽ, വളരെ ചെറിയ നമ്മൾ ഈ പിൻ പ്രിക്ക് എന്ന് പറയും, ഒരു മൊട്ടുസൂചിയിട്ടൊരു കുത്തു കൊടുത്താൽ പോലും അവർക്കത് ഒട്ടും താങ്ങാനാവാത്ത ഒട്ടും താങ്ങാൻ പറ്റില്ല എന്നുള്ള അതെന്താണ്, അത് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. കാര്യം ഇപ്പോൾ ഉദാഹരണം നരേന്ദ്രമോദിയെ പോലെ ഇത്രയും ശക്തനായ ഇത്രയും വലിയ മാൻഡേറ്റ് കിട്ടിയ മനുഷ്യൻ ഈ ചെറിയ പത്രങ്ങൾ, ഒരു പത്രത്തിന് മാക്സിമം ഒരു ഇംഗ്ലീഷ് പത്രത്തിന് എത്രമാത്രം സർക്കുലേഷൻ, മാക്സിമം എത്ര 2.5 lakh 3 lakh അല്ലെങ്കിൽ 3.5 lakh അല്ലെങ്കിൽ ഒരു ടൈംസ് ഓഫ് ഇന്ത്യ ഒരു 10 ലക്ഷം, അതിൽ കൂടുതലൊന്നും സർക്കുലേഷൻ ഇല്ല. പക്ഷേ അവർ പറയുന്നത് പോലും, എന്നാലും അവർ എല്ലാ ദിവസവും പറയും പത്രങ്ങളിലും ന്യൂസ് പേപ്പേഴ്സ് ഡസൻ മാറ്റർ, കംപ്ലീറ്റ് ജേർണലിസം ഇറലവൻറ്റ്. പക്ഷേ ജേർണലിസ്റ്റുകൾ എന്തെങ്കിലും ഇവരെക്കുറിച്ചൊരു പത്രം എന്തെങ്കിലും ഈവൻ ചെറുതായിട്ട് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്രൊപ്പറേഷനിൽ, അതായത് ഒരു ഉറുമ്പിനെ കൊല്ലാൻ ഒരു ചുറ്റുക ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്റ്റീം ലോർ ഉപയോഗിക്കുക എന്ന രീതിയിലുള്ള ഡിസ്പ്രൊപ്പറേഷൻ ആക്ഷൻ. ഇതും നേരത്തെ സംഭവിക്കാത്തതല്ല. അപ്പോൾ ഇത് പലപ്പോഴും ഒരു സ്വേച്ഛാധിപതികളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഞാനിത് നരേന്ദ്രമോദി മാത്രം കുറ്റം പറയുകയല്ല. എമർജൻസി സമയം വീണ്ടും എമർജൻസിയിലെ ഒരു കഥയല്ല, കഥയാണോ നടന്നാണോ എനിക്ക് ഇപ്പോഴും തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ഇത് കൺഫേം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ വളരെ നല്ലൊരു കഥയായതുകൊണ്ട് ഞാൻ പറയുകയാണ്. കൽക്കട്ടയിൽ ഈസ്റ്റേൺ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു, ദ ഈസ്റ്റേൺ എക്കണോമിസ്റ്റ്. അത് ബിർള ഗ്രൂപ്പിൻ്റെ പത്രമായിരുന്നു. അപ്പോൾ പലരും പറയുന്നത് ആ പത്രം വളരെ ചെറിയൊരു പത്രം. ബിർള ഗ്രൂപ്പ് വളരെ വലിയൊരു ഗ്രൂപ്പാണ്. അപ്പം ബിർള ഗ്രൂപ്പിലുള്ളവർക്ക് പോലും അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ അവർക്കൊരു പത്രം ഉണ്ടോ, ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ്. പക്ഷേ വളരെ ശക്തമായ രീതിയിൽ പലപ്പോഴും, ചെറിയ പത്രമാണ് പക്ഷേ ശക്തമായ രീതിയിൽ പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ ഈ എമർജൻസി വന്ന സമയത്ത് ഇതുപോലെ അന്ന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ആദ്യം ചെയ്തതെന്ന് തോന്നുന്നു. ഇന്ത്യൻ എക്സ്പ്രസ്സും സ്റ്റേറ്റ്സ്മാനും 2 ദിവസം, അതായത് എഡിറ്റോറിയൽ കോളം ഒഴിച്ചിടുക, അത് ബ്ലാങ്കായിട്ട് അതൊരു വളരെ ശക്തമായ, ലോകത്ത് പല രാജ്യങ്ങളിലും ചെയ്യുന്ന വളരെ ശക്തമായ ഒരു റെസ്പോൺസാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം, അത് ഒരു തവണ നമുക്ക് ചെയ്യാനൊക്കുള്ളൂ അങ്ങനെ ഒരു പ്രതിഷേധം. അത് കൂടെ ചെയ്താൽ അതിൻ്റെ ഇത് നഷ്ടപ്പെടും. എനിക്കൊണ്ട് 2017 മലയാളത്തിലെ ഒരു പേപ്പർ വേൾഡ് പ്രസ് ദിനത്തിന് അങ്ങനെ ചെയ്തു. പക്ഷേ ഇതും മറ്റൊരു, ഞാൻ പിന്നെ അടുത്ത പോയിൻ്റ് അതിലോട്ട് വരാം. അപ്പോൾ ഈസ്റ്റേൺ എക്കണോമിസ്റ്റ് അവരുടെ എമർജൻസി കഴിഞ്ഞുള്ള പിറ്റേ ദിവസം എഡിറ്റോറിയൽ അവർ ഈ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച്, അത് ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പുതിയ കണക്കുകൾ വന്നിട്ടുണ്ട്, ഇന്ത്യയിലെ ചെമ്മരിയാടുകളുടെ എണ്ണം ഇത്രയാണെന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ കൊടുത്തു. ആ സംഖ്യ കഴിഞ്ഞ സെൻസസിലെ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ സെയിം നമ്പറായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ചെമ്മരിയാടുകളുടെ എണ്ണം ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് അവർ എന്നിട്ട് ആ നമ്പർ പക്ഷേ സെൻസസിൻ്റെ സെയിം നമ്പറാണ്. അപ്പോൾ ഇത് വായനക്കാർക്ക് മനസ്സിലാവുന്ന എനിക്ക്, പക്ഷേ ഈ ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് മനസ്സിലായ എന്താണ്. അപ്പോൾ പത്രം ഒരാഴ്ച പിന്നെ പബ്ലിഷ് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നാണ്. അപ്പോൾ ഇതെനിക്ക് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പലരോടും ആലോചിച്ചു. അതിൻ്റെ അവസാനത്തെ എഡിറ്റർ ഇപ്പോൾ അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിൽ കോളം എഴുതുന്ന സ്വാമിനാഥൻ അങ്കലസരയായിരുന്നു. അദ്ദേഹം ആ സമയത്തോടെ ഇല്ലായിരുന്നു, അദ്ദേഹം 82-ലായിരുന്നു. ഇത് ഒരു ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു മനുഷ്യനായിരുന്നു ആ സമയത്ത് എഡിറ്റർ എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ കഥ ഞാൻ വളരെ പ്രായം ചെന്ന പല ജേർണലിസ്റ്റുകളോടും ചോദിച്ചു. അപ്പോൾ അവർക്ക് ആർക്കും ഇത് കൺഫേം ചെയ്യാം. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ കഥകളെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആർക്കും ഓർമ്മ വരില്ല ഈ കഥകൾ. ഞാനിത് പണ്ട് ചെറുതിലേ കേട്ട കഥയാണ്. പക്ഷേ എന്തുകൊണ്ട് അപ്പം അന്നത്തെ ഇന്ത്യയിൽ ഇതൊന്നും കൺഫേം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ അത് മനസ്സിലായി ഞാൻ ചെയ്ത് തെറ്റാണ്. ആ കാലത്ത് ഞാൻ ജേർണലിസ്റ്റ് വന്ന സമയത്ത് ഇത് വായിച്ച് തീർച്ചയായിട്ടും അന്ന് ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരിക്കണം. ഇന്നിപ്പോൾ ആർക്കും ഞാൻ ഈ പറഞ്ഞ ഇത് വളരെ മനോഹരമായ വളരെ ഇവോക്കേറ്റീവുള്ള കഥയാണ്. അതായത് ഈ ഒരു ചെറിയ കാര്യം പോലും സഹിക്കാൻ അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് കഴിഞ്ഞില്ല എന്നുള്ള, അതിൽ നിന്നും അതേ രീതിയിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കഠിനമായിട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ അപ്പോൾ എന്നെ ചിലർ പരിഹസിച്ച് പറയാറുണ്ട്, ഒരുപാട് ജേർണലിസ്റ്റ് ഒരുപാട് രീതിയിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതായത് ഫ്രണ്ട് ലൈനിൽ പോയി മരിച്ചവരുണ്ട്, ജയിലിൽ കിടന്ന് മരിച്ചവരുണ്ട്, പോലീസ് വെടിവയ്പ്പിൽ മരിച്ചവരുണ്ട്. പക്ഷെ മുതല വിഴങ്ങി മരിച്ച ആദ്യ എഡിറ്റർ നിങ്ങളാണ്, മുതല വിഴങ്ങിയവൻ എന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഈ കഥകൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം.
അപ്പോൾ ഞാൻ അവസാനത്തെ പോയിൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഞാൻ പറഞ്ഞു ഒരു കേരളത്തിലൊരു പത്രം 2017 ഫ്രണ്ട് പേജ് ബ്ലാങ്ക് അല്ല, ഫ്രണ്ട് പേജ് മുഴുവൻ അവർ വെട്ടി, ഈ സെൻസറിൻ്റെ ഇത് വെച്ച് വെട്ടി. പക്ഷേ അതിൻ്റെ ഒക്കേഷൻ വേൾഡ് പ്രസ് ഫ്രീഡം ഡേ അങ്ങനെ എന്തോ ആയിരുന്നു. എന്നിട്ട് അതിൽ വളരെ വിഷമത്തോടെ അവർ പറഞ്ഞ കാര്യങ്ങൾ, ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, ആഫ്രിക്കയിലെ മാധ്യമ ഇത് വളരെ, ആഫ്രിക്കയിലോ വേറെ ഇത് ഞാൻ പറഞ്ഞു നിക്കരാഗുവയിലെ ഒരു ഇത് വളരെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നു, വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ. അതായത് ബാക്കി ഇന്ത്യയിലെല്ലാം വളരെ മനോഹരമായിട്ട് നടക്കുന്നു അവിടെയുള്ള. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഗാസ നടക്കുന്ന ഗാസയുടെ കവറേജ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എമർജൻസി സമയത്ത് നിഹാൽ സിംഗ് എഴുതിയ കാര്യം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വിദേശ വാർത്തകൾ മാത്രം പ്രസിദ്ധീകരിച്ച ഒരു പ്രതിഷേധമായിട്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഗാസ കവറേജ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ കവറേജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല മറ്റ് വാർത്തകൾ മുക്കാൻ വേണ്ടിയുള്ളൊരു സംഭവമായിട്ട് ആലോചിച്ച് നോക്കി. ഗാസ നമ്മൾ ആഘോഷിക്കുകയാണ്, നമ്മൾ കണ്ണീരൊഴുക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ ഫ്രണ്ട് പത്രങ്ങൾ നോക്കൂ, ഗാസയെക്കുറിച്ച് ഭയങ്കര ഫോട്ടോയും എന്തോ ശരിയാണ്, വലിയ സംഭവം തന്നെയാണ്. പക്ഷേ മണിപ്പൂരിനെ കുറിച്ച് ഇങ്ങനെ ഏതെങ്കിലും കവർ ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ടോ? ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് കലാപം അന്ന് കവർ ചെയ്തിരുന്നു, വളരെ നല്ല, എല്ലാ പത്രങ്ങളും വളരെ രീതിയിൽ കവർ ചെയ്തിരുന്നു. പക്ഷേ ഹരിയാനയിൽ നൂലുണ്ടായ കലാപത്തിനെക്കുറിച്ച് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇങ്ങനെയൊരു സംഭവം ഉണ്ട്? അപ്പോൾ വിദേശ വാർത്ത അന്ന് പ്രതിഷേധമായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ അജണ്ട മുന്നോട്ട് വയ്ക്കുകയും മറ്റ് കാര്യങ്ങളെ മുക്കുവാനുമായിട്ടുള്ള ഒരു അത് മാത്രമല്ല വെറുപ്പ്, വിദ്വേഷം പൂർണ്ണമായ രീതിയിൽ ഗാസയിൽ കൂടി, ഗാസ കവറേജിൽ കൂടി അല്ലെങ്കിൽ ഇസ്രായേൽ കവറേജിൽ കൂടി വെറുപ്പ്, വിഷം എത്രമാത്രം കൂടുതൽ നമ്മുടെ ഇതിൽ സൊസൈറ്റിയിൽ ചീട്ടുകയാണെങ്കിൽ. ഞാനൊരു പോസ്റ്റ് കണ്ടായിരുന്നു, നെതന്യാഹുവിൽ ഇന്ത്യയിൽ നെതന്യാഹുവിന് ഇസ്രായേലിലുള്ളതിനെക്കാട്ടി കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉണ്ട്, പക്ഷേ ഹിന്ദിയിലായതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ വിദേശ വാർത്തകൾ ഇങ്ങനെ കൂടുമ്പോൾ നിങ്ങളതൊരു സിഗ്നലായിട്ട് എടുക്കണം. ഏതൊക്കെ പത്രങ്ങൾ, ഏതൊക്കെ ന്യൂസ് റൂമുകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, വളരെ അസുഖകരമായ മറ്റെന്തോ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്, അത് മുക്കുവാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന് ഈ വിദേശ വാർത്തകൾ, 2 ചന്ദ്രയാനിൽ പോകുന്ന ഭയങ്കര സംഭവം, ക്രിക്കറ്റ് വേൾഡ് കപ്പ്, പിന്നെ ഏഷ്യാഡ്, ക്രിക്കറ്റ്, ബോളിവുഡ്, ഇതെല്ലാം പത്രങ്ങളുടെ മുൻ പേജുകളിൽ വരുമ്പോൾ നമുക്ക് തീർച്ചയാണ് അന്ന് മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്, എവിടെയോ ആർക്കോ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് സംവെയർ സമൺ വാണ്ട്സ് ടു ഹൈഡ് സംതിങ്, ദാറ്റ് ഇസ് ന്യൂസ്, എവറിത്തിങ് എൽസ് ഇസ് അഡ്വർടൈസിങ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഇലസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു സമയത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും പറയും, എൻ്റെ സഹപ്രവർത്തകർ എന്ന് പറയും, എൻ്റെ മുറിയിൽ വരാൻ പേടിയാണ്, കാരണം നിങ്ങളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഹോപ്പും കൂടി നഷ്ടപ്പെടും എന്ന് പറയും. നിങ്ങൾക്ക് ഒരു ലീഡറിനുണ്ടാകുന്ന ഒരു ക്വാളിറ്റി നിങ്ങൾക്കില്ല, നിങ്ങൾ ഹോപ്പ് ഒരിക്കലും ഞാൻ പറഞ്ഞ ഐ കാൺ സേ, നമുക്ക് ഒരിക്കലും മിസ്ലീഡ് ചെയ്യാൻ പാടില്ല, തെറ്റ് പറയാൻ പാടില്ല. ഞാൻ മുന്നോട്ട് നോക്കുന്ന ഏറ്റവും ഇരുണ്ട ഒരു ഇന്ത്യൻ പത്രപ്രവർത്തനം, പ്രത്യേകിച്ച് ഇന്ത്യൻ പത്രപ്രവർത്തനം വളരെ ഇരുണ്ട ഇതിൽ കൂടുന്ന എനിക്ക് ഐ ഹാവ് നോ ഹോപ്പ് അറ്റ് ഓൾ. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിനെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല, കാരണം അവർ പോലും ഇപ്പോൾ പ്രവീർ പൂരകാശത്തെയൊക്കെ ന്യൂസ് ക്ലിക്കിനെതിരെ കേസ്, പിന്നെ അവർക്കൊരു എക്സ്ക്യൂസ് കിട്ടിയത് ന്യൂയോർക്ക് ടൈംസിൻ്റെ വളരെ ഹാഫ് ബേക്ഡ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ്, അത് ഒരിക്കലും അവർ പബ്ലിഷ് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ ഒരു സെൻറ്റൻസ് തൂക്കി അതിൽ പിടിച്ചാണ് ഇവരിപ്പോൾ ഏറ്റവും അടുത്ത ആക്ഷൻ എടുത്തിരിക്കുന്നത്. പക്ഷേ ന്യൂയോർക്ക് ടൈംസ്, ട്രംപ്, അമേരിക്കയിൽ ന്യൂയോർക്ക് ടൈംസ്, വാഷിങ്ടൺ പോസ്റ്റ്, CNN, ഇവരെല്ലാം അവർക്ക് അതുവരെ ഇല്ലാത്തൊരു ആർജവവും ഇവരെ എതിർക്കാൻ കാണിച്ചു. അപ്പോൾ ജേർണലിസത്തിന് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ശേഷം ടെലിഗ്രാഫ് എന്ന എഡിറ്ററും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശങ്കർഷൻ ഠാക്കൂർ. അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ചെയ്യാൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അദ്ദേഹം എന്നെക്കാട്ടി വളരെ നല്ലതായിട്ട് അത് ചെയ്യും തീർച്ചയാണ്. പക്ഷേ നമുക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ഇത് ഞാൻ വീണ്ടും നിഹാൽ സിംഗിൻ്റെ കാര്യം നമ്മളിപ്പോൾ കൂടുതൽ നികേഷ് കുമാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നിഹാൽ സിംഗിനെ മറക്കുന്നു എന്നെനിക്കൊരു പരാതിയുണ്ട്. കാര്യം ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എനിക്ക് അദ്ദേഹത്തിന് നിഹാൽ സിംഗിനോട് വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നത് ഇങ്ക് ഇൻ മൈ വെയിൻസ്, മഷി, എൻ്റെ ധമനികളിൽ മഷിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകം. അത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെങ്കിലും വായിക്കാൻ പ്രേരിപ്പിക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ സുരേഷുമായിട്ട് സുരേഷ് പറഞ്ഞു, വിജയമാഷിൻ്റെ ഏറ്റവും വളരെ വളരെ പ്രസിദ്ധമായ, അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് പുറത്താക്കാൻ, പക്ഷേ ചോദ്യങ്ങളെ പുറത്താക്കാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ എഡിറ്ററേയും എഡിറ്ററേറ്റ് ലാർജറിനെയും പുറത്താക്കും, പക്ഷേ നമ്മുടെ ധമനികളുടെ മഷി അവിടെ തന്നെ കാണും എന്ന പ്രതീക്ഷയോടെ ഞാനിത് ഉദ്ഘാടനം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.